നമസ്കാരം. അങ്ങനെ മൊബൈൽ കമ്പനികൾ നിരക്കുകൾ കൂട്ടാൻ പോവുകയാണ്. അടുത്ത മാസം മുതൽ മിക്കവാറും ഈ ഒരു നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതാണ്. 12 മുതൽ 15% വരെയാണ് ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾ അവരുടെ നിരക്കുകൾ കൂട്ടുന്നത്. അപ്പം നിരക്ക് വർധന കഴിഞ്ഞ ഒരു വർഷം മുന്നേ വന്നിരുന്നു. അന്നേരം ഇതുപോലെ 12 മുതൽ 15% വരെയാണ് അവർ ചാർജുകൾ വർദ്ധിപ്പിച്ചത്. ആ ഒരു സമയത്ത് BSNL ചാർജ് വർദ്ധിപ്പിക്കാത്തത് കൊണ്ട് BSNLിലേക്ക് ഒരുപാട് കസ്റ്റമർ പോയി. പക്ഷേ BSNL അത്രത്തോളം നെറ്റ്വർക്കിൻ്റെ കാര്യമൊക്കെ വളരെ മോശമായതുകൊണ്ട് തന്നെ പോയ ആൾക്കാരെല്ലാം അതേപടി തിരിച്ചു വന്നു. ഇപ്പോഴും BSNL കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ നെറ്റ്വർക്കൊന്നും അത്ര നല്ലതായിട്ടില്ല. അതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ പിന്നെ ചെയ്യാം. അപ്പം ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് BSNL നമുക്ക് നിലവിൽ ഇതുവരെ ചാർജ് കൂട്ടുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. നിലവിൽ എയർടെൽ, ജിയോ, VI തുടങ്ങിയ 3 കമ്പനികളാണ് ചാർജ് വർദ്ധിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ 15% വരെയാണ്, അതായത് 12 മുതൽ 15% വരെയാണ് ചാർജ് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നിലവിൽ ചെയ്യുന്ന ഒരു നോർമൽ പ്ലാനിന് നമുക്ക് എത്ര രൂപ കൂടുമെന്ന് നോക്കാം. 199 പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തി 12% വർദ്ധിച്ചാൽ 223 രൂപയും, 13% ആണെങ്കിൽ 225ഉം, 14% ആണെങ്കിൽ 227ഉം, 15 ആണെങ്കിൽ അത് 229ഉമാണ് ഇപ്പോൾ നമ്മൾ ഇനി മുതൽ കൊടുക്കേണ്ടത്. അപ്പം അപ്രോക്സിമേറ്റ് ഒരു വിലയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ചില പ്ലാനിന് 12%, ചിലതിന് 13%, ചിലതിന് 15 ആവാം, ചിലത് 12.5 ആവാം, ചിലത് 13.5 ആവാം, ചിലത് 14.5 ആവാം. അങ്ങനെ ആ ഒരു പ്ലാനിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയ ശേഷമാണ് അവർ ആ ഒരു എമൗണ്ട് കണക്കാക്കുക. ഇപ്പം ഓരോ പ്ലാനിൻ്റെ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. 249, 299, ഓരോന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. 349, 399, 449. അപ്പോൾ അങ്ങനെ 999 രൂപ വരെ പ്ലാനിൻ്റെ ഞാൻ ഇതിനകത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ കൂടുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്കാരെ കമൻറ്റായി അറിയിക്കുക. ഇതിനകത്തിൽ ഓരോ പ്ലാനും 12% എത്രയാണ്, 13 എത്രയാണ്, 14 എത്രയാണ്, 15 എത്രയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം നമുക്കൊരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഇപ്പം 15% കൂടുകയാണെങ്കിൽ മാക്സിമം നമുക്കൊരു 30 രൂപ വരെ നമുക്ക് കൂടും. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 199 ചെയ്യുന്ന ഒരു വ്യക്തി 15% കൂടിയാൽ 229 രൂപ നമുക്ക് മുടക്കേണ്ടി വരും. 249 ചെയ്യുന്ന ഒരാൾ 37 രൂപ കൂടി 286, 299ൻ്റെ 344 ആവും, 349ൻ്റെ 401 ആവും, 399ൻ്റെ 459, 449ൻ്റെ 516 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില പ്ലാനിന് 12%, 13, 14 അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം 12% കൂടിയാൽ എത്രയാണ്, 13 എത്രയാണ്, 14 എത്രയാണ്, നമ്മൾ ഈ കണ്ടത് 15% കൂടിയാൽ എത്രയാണെന്നാണ്. ഇനി നിങ്ങൾക്ക് പുതിയ പ്ലാനുകൾ ഇനിയിപ്പം ചാർജ് വർദ്ധിപ്പിച്ച ശേഷം പുതിയ പ്ലാനുകൾ വരുമ്പോൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് ഇതുപോലുള്ള വീഡിയോസുമായി ഉടനെ കാണാം. ബൈ.